ഇറാൻ എന്ന രാജ്യത്തിന് നേരെ അമേരിക്ക നടത്തുന്ന ജൽപ്പനങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന വാഗ്ധോരണികളും എല്ലാം തന്നെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ കഴിഞ്ഞ കുറെ നാളുകളായി വലിയ സങ്കീർണതയിൽ എത്തിച്ചു നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഏത് നിമിഷവും ഇറാനിൽ ആക്രമണം ഉണ്ടാകും എന്ന പ്രതീതി കഴിഞ്ഞ ആഴ്ച ലേശം വഴിമാറിപ്പോയി. അതിനുള്ള പ്രധാന കാരണം അമേരിക്കയുടെ ശ്രദ്ധ ദാവോസിലേക്ക് തിരിഞ്ഞു. അമേരിക്കയുടെ ശ്രദ്ധ ഗ്രീൻലൻഡിലേക്ക് തിരിഞ്ഞു. വേൾഡ് എക്കണോമിക് ഫോറം ദാവോസ്, സ്വിറ്റ്സർലൻഡിന്റെ പ്രധാന നഗരങ്ങളിലൊന്നായ ദാവോസിൽ വെച്ച് എല്ലാ വർഷവും നടക്കുന്നതാണ്. അവിടെ വെച്ച് വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സമുന്നതരായ ലോക നേതാക്കളെല്ലാം പങ്കെടുക്കും. ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്തു. അവിടെയാണ് ചില ട്രാൻസാക്ഷൻ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഹി ഈസ് എ ട്രാൻസാക്ഷണൽ പ്രസിഡന്റ്. എവിടെയും എന്തിനും ഒരു ഡീൽ സാധ്യത കാണുന്ന മഹാനുഭാവനാണ് അദ്ദേഹം. കച്ചവടമല്ലാതെ മറ്റൊന്നും, രാഷ്ട്രീയം തന്നെ ഒരു കച്ചവടമാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളും കച്ചവടത്തിന്റെ കണ്ണുകളിൽ കൂടി മാത്രമേ ശ്രീ ഡൊണാൾഡ് ട്രംപ് കാണുന്നുള്ളൂ എന്നതാണ് വാസ്തവം. അവിടെ ഗ്രീൻലൻഡ് ഇങ്ങ് എടുക്കാൻ ആഗ്രഹിച്ച അമേരിക്ക ഗ്രീൻലൻഡിനെ സംരക്ഷിച്ചു നിർത്തും എന്ന് പ്രതിജ്ഞ എടുത്ത ഗ്രീൻലൻഡ് ഇപ്പോൾ കൈവശമുള്ള ഡെൻമാർക്ക് എന്ന വടക്കൻ യൂറോപ്യൻ രാജ്യം, ചെറിയ രാജ്യം, ആ രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എന്ന ബിഗ് ത്രീ, അതോടൊപ്പം തന്നെ നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്, അതോടൊപ്പം ഹോളണ്ട്, അതായത് നെതർലൻഡ്സ്, ഡച്ചുകാർ, 8 രാജ്യങ്ങൾക്ക് നേരെ ഗ്രീൻലൻഡ് വിഷയത്തിൽ ട്രംപിനെതിരെ നിലപാടെടുത്തു എന്ന ഒറ്റ കാരണത്താൽ 10% തീരുവ അങ്ങോട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്താണ് പ്രതികാര നടപടി? ട്രംപിന്റെ എല്ലാ പ്രതികാരങ്ങളും വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അതുകൊണ്ട് ടാരിഫ്, അഡീഷണൽ 10% ടാരിഫ് വിത്ത് എഫക്ട് ഫ്രം 1 ഫെബ്രുവരി. അതിനുള്ളിൽ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ജൂൺ ആകുമ്പോൾ 25% ടാരിഫ് അങ്ങോട്ട് ആട്ടിച്ചു കൊടുത്തെങ്കിൽ അത് പ്രഖ്യാപിച്ചു. യൂറോപ്യൻ വിപണികൾ വെന്റ് ഇൻടു എ ടെയിൽ സ്പിൻ. ട്രാൻസ് അറ്റ്ലാന്റിക് ബന്ധങ്ങൾ മോശമാകുന്നു. യൂറോപ്പിന്റെ വഴി തേടി പോയെങ്കിലേ പറ്റൂ. അമേരിക്കയുടെ നെയ്റ്റോയിൽ വിള്ളലുണ്ട്. നെയ്റ്റോയുടെ 5ാമത്തെ ആർട്ടിക്കിൾ അനുസരിച്ച് നെയ്റ്റോ രാജ്യം ആക്രമണ ഭീഷണി നേരിട്ടാൽ അത് ഇപ്പോൾ ഡെൻമാർക്കാണ്. ഡെൻമാർക്കിന്റെ കയ്യിലാണല്ലോ ഗ്രീൻലൻഡ്. ആക്രമണ ഭീഷണി അമേരിക്കയിൽ നിന്ന് തന്നെ നേരിട്ടാൽ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്ന് അമേരിക്കയെ എതിർക്കണം. സാധ്യമാകുന്ന കാര്യമല്ല. അപ്പൊ നെയ്റ്റോ സംവിധാനം തന്നെ തകരുന്നു. ലോകത്ത് പരിഭ്രാന്തിയായി. ലോക മാർക്കറ്റുകൾ ഇടിഞ്ഞു. ഓഹരി വിപണികൾ ഏഷ്യയിൽ എന്നല്ല, ആഫ്രിക്കയിലല്ല, ലോകത്തെല്ലായിടത്തുള്ള അമേരിക്കയിലും യൂറോപ്പിലും എല്ലാം ഓഹരി വിപണികൾ കൂപ്പുകുത്തി. സ്വർണം പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിലേക്ക് മെറ്റൽ, സ്വർണവും വെള്ളിയുടെയും വിലകൾ കുതിച്ചുയർന്നു. ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ദാവോസിൽ എന്താണ് നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ദാവോസിൽ ചില അയവുള്ള നിലപാടുകൾ ട്രംപ് പറഞ്ഞു. ട്രംപ് എപ്പോഴാണ് മുറുകുന്നത്, എപ്പോഴാണ് അയയുന്നതെന്ന് ആർക്കും അറിയില്ല. അത് ട്രംപിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. ട്രംപ് പറഞ്ഞു, തൽക്കാലം ടാരിഫ് വേണ്ട, തങ്ങൾക്ക് ഗ്രീൻലൻഡ് വേണം. അതെന്നാണെങ്കിലും തങ്ങളുടെ കൈവശം വരും. കാരണം ആർട്ടിക് മേഖലയിലെ തങ്ങളുടെ സുരക്ഷാ പാരഡൈമിൽ ഗ്രീൻലൻഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്യന്തികമായി ചൈനയുടെയും റഷ്യയുടെയും താവളമായി മാറാൻ ആ പ്രദേശം, ആർട്ടിക് മേഖല തങ്ങൾ അനുവദിക്കില്ല. അത് മാത്രമല്ല, കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലാണല്ലോ. ട്രംപിനറിയാം, ട്രംപിൻ്റെ കാലശേഷമായിരിക്കും ആർട്ടിക് മേഖലയിലെ മഞ്ഞ് വല്ലാതെ ഉരുകുന്നത്. അങ്ങനെ ഉരുകിക്കഴിഞ്ഞാൽ വലിയ ഒരു ദ്വീപാണല്ലോ, ഒരു ഭൂഖണ്ഡത്തേക്കാൾ വലിയ ദ്വീപാണ് ഗ്രീൻലൻഡ്. അവിടുത്തെ മഞ്ഞ് പാതിയും ഉരുകിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം പുറത്തു വരും. അവിടെയൊക്കെ ഖനന സാധ്യതയുണ്ട്, പെട്രോളിയം ഉണ്ട്, ധാതുക്കളുണ്ട്. ഇതെല്ലാം തന്നെ വലിയ സാധ്യതകളാണ്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കൈവശമുള്ള ഡെൻമാർക്കുമായി കരാറുണ്ട്. അപ്പം അമേരിക്കയ്ക്ക് താവളങ്ങൾ ഒരുക്കാൻ അനുവാദവുമുണ്ട്. അത് കൂടുതലായി വ്യാപിക്കാൻ കാര്യമുണ്ട്. പക്ഷേ തൽക്കാലത്തേക്ക് ഒരു കോൺഫ്രണ്ടേഷൻ വേണ്ട. തൽക്കാലം യൂറോപ്യൻ രാജ്യങ്ങൾ നിശ്വാസം ഉതിർത്തപ്പോഴാണ് കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി ശക്തമായ അമേരിക്കൻ വിരുദ്ധ പ്രസ്താവന വരുന്നത്. അമേരിക്കയുടെ കാരുണ്യത്തിൽ ഒന്നുമല്ല തങ്ങൾ നിൽക്കുന്നത്, അമേരിക്ക കാട്ടുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ മുക്കിന് മുമ്പിലുള്ള കാനഡ പറഞ്ഞത് ചൊടിപ്പിച്ചു. അതുകൊണ്ട് ട്രംപിന്റെ വൻപൻ പദ്ധതിയാണല്ലോ ഗാസ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാനായി യുണൈറ്റഡ് നേഷൻസിന് സമാന്തരമായി ഒരു സമാധാന സംഘടന, അല്ലെങ്കിൽ ഫോറം ഓഫ് പീസ്. അപ്പൊ സമാധാന ഫോറം, അമേരിക്ക സ്പോൺസർ ചെയ്യുന്ന സമാധാന ഫോറത്തിൽ പങ്കെടുക്കാൻ തങ്ങളില്ല എന്ന് കാനഡ പറഞ്ഞു. അല്ല, കാനഡയെ വേണ്ട എന്ന് അമേരിക്കയും പറഞ്ഞു.
യൂറോപ്യൻ രാജ്യങ്ങളും മടിച്ചു നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും തന്നെ അതിൽ പങ്കെടുത്തിട്ടില്ല. ഏതാനും അറബ് രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഒക്കെയാണ് ട്രംപിന്റെ ബദൽ UN എന്നുകൂടി വിശേഷിപ്പിക്കുന്ന ബോർഡ് ഓഫ് പീസ് അതിൽ പങ്കാളിത്തം ഉള്ളത്. ഇന്ത്യ മടിച്ചു, പാകിസ്ഥാൻ ആ ബാൻഡ് വാഗണിൽ ചാടിക്കയറി. ഇന്ത്യ മടിച്ചു നിൽക്കുന്നതേ ഉള്ളൂ. ഇസ്രായേൽ ഉൾപ്പെടെ വലിയ വലിയ കൺസേൺ ഉണ്ട്, പാകിസ്ഥാൻ ഉൾപ്പെടെ രാജ്യങ്ങൾ അതിൽ ചാടിക്കയറിയത്. ഈ പശ്ചാത്തലം എന്തുകൊണ്ട് ഇത്രയും ആമുഖം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പടക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്നു. അത് കഴിഞ്ഞ ഒരാഴ്ചയായി കപ്പൽ വ്യൂഹം നീങ്ങുകയാണ്. USS എബ്രഹാം ലിങ്കൺ അത് സൗത്ത് ചൈന കടലിടുക്കിൽ ആയിരുന്നു, കടൽ മേഖലയിലായിരുന്നു. അവിടുന്ന് മലാക്ക സ്ട്രൈറ്റ് വഴി, അതായത് മലേഷ്യ ഇന്തോനേഷ്യ ആ ബോർഡറാണല്ലോ, മലാക്ക കടലിടുക്ക് കഴിഞ്ഞ് ഇന്ത്യ സമുദ്രത്തിൽ പ്രവേശിച്ച് ഇന്ത്യയെ ചുറ്റി അത് ഇതാ അറബിക്കടലിൽ നിന്നും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. അത് കടന്നു കഴിഞ്ഞാൽ പേർഷ്യൻ ഗൾഫ് ഇറാന്റെ സ്വാധീന മേഖലയാണ്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 20%, എണ്ണ നീക്കത്തിന്റെ, ക്രൂഡ് ഓയിൽ നീക്കത്തിന്റെ 20%-ലധികം കടന്നു പോകുന്ന ബോട്ടിൽ നെക്കാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് കടലിടുക്ക്. ആ ഹോർമൂസ് കടലിടുക്ക് ഭാഗം യുദ്ധസമാനമായ സാഹചര്യം വന്നാൽ ചരക്ക് ഗതാഗതം, എണ്ണ കപ്പലുകളുടെ ഗതാഗതം തടയപ്പെടും. ഇറാനെ പ്രകോപിപ്പിച്ചാൽ ആദ്യം സംഭവിക്കുക ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുക എന്നതാകാം. അത് സ്വാഭാവികമാണ്. അമേരിക്കയുടെ താവളങ്ങളിൽ നിന്നും ഇറാനെതിരെ ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ USS എബ്രഹാം ലിങ്കനിൽ നിന്നോ അതിനു ചുറ്റുമുള്ള ഡിസ്ട്രോയർ കപ്പലുകളിൽ നിന്നോ, അതുമല്ല എങ്കിൽ കരയിൽ നിന്നും അൽ ഉദൈദ് വ്യോമതാവളം സ്ഥിതി ചെയ്യുന്ന ഖത്തറിൽ നിന്നോ എവിടെയെങ്കിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനെതിരെ ആക്രമണം നടത്തിയാൽ, അല്ലെങ്കിൽ ഡീഗോഗാഷിയിൽ സ്ഥിതി ചെയ്യുന്ന B-2 ബോംബേഴ്സ് ഉണ്ട്. ഈ ബോംബേഴ്സ് സ്റ്റെൽത്ത് ബോംബേഴ്സാണ്. ഇവരുടെ ആക്രമണം ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല? ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതാണ്, കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തതാണ്. മല പോലെ വന്നത് എലി പോലെ പോകുന്ന ലക്ഷണമാണ്. പക്ഷെ ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലോബൽ പൊളിറ്റിക്സ്. അപ്പം ഇന്നലെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, ഇന്നിങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇതിലെന്തർത്ഥം? ലോകം മാറുകയല്ലേ? ഇന്നലെ ട്രംപ് പറയുന്നതാണോ ഇന്ന് പറയുന്നത്? ഇന്ന് പറയുന്നതിനെ വെച്ച് മാത്രമല്ലേ നമുക്ക് വിലയിരുത്തൽ നടത്താനാവൂ. ഇന്നലെ പറഞ്ഞു, മിനിഞ്ഞാന്ന് പറഞ്ഞു, അത് മാറും. ലോകരാഷ്ട്രീയം ചലനാത്മകമാണ്, ഡൈനമിക്കാണെന്ന് മാറിക്കൊണ്ടിരിക്കും. മാറുന്ന സാഹചര്യത്തെ യുക്തിസഹമായി വിലയിരുത്തൽ, നിഷ്പക്ഷമായി വിലയിരുത്തുക, യുക്തിസഹമായി വിലയിരുത്തുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനാവുക. നിങ്ങൾക്കും എനിക്കും അങ്ങനെ മാത്രമേ ചെയ്യാനാവൂ. അതുകൊണ്ടാണ് അപ്പം അവിടെ വീണ്ടും യുദ്ധം ഉണ്ടാവില്ല എന്നൊരു പ്രതീതി മാറി വീണ്ടും അമേരിക്ക കടുപ്പിക്കുകയാണ്. കടുപ്പിക്കുന്നത് എന്തുകൊണ്ട് മാറി എന്നതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ വിശദീകരിച്ചു. ഗൾഫ് രാജ്യങ്ങൾ അത്ര, GCC രാജ്യങ്ങൾ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, UAE അത്ര അനുകൂലമായിട്ടല്ല അമേരിക്കയോട് പ്രതികരിച്ചത്. കാരണം അവിടെ എല്ലാം തന്നെ അമേരിക്കയുടെ സേനാ താവളങ്ങളുണ്ട്. ഇറാനെ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ഈ സേനാ താവളങ്ങൾക്ക് നേരെ, അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ വായിക്കുമെന്നത് ഉറപ്പാണ്. ഇറാൻ കാര്യമായ എയർക്രാഫ്റ്റ് ഒന്നുമില്ല, ഉള്ളത് തന്നെ വളരെ പഴഞ്ചൻ എയർക്രാഫ്റ്റ് ആണ്. അതിൽ ഒരു ഹെലികോപ്റ്ററിൽ നിന്നാണ് ഇറാന്റെ മുൻ പ്രസിഡന്റ് താഴെ പോയത്, മരിച്ചുപോയി. കാരണം ഇറാൻ വ്യോമസേനയെ നവീകരിക്കാൻ തക്ക റീപ്ലെനിഷിംഗ് ഇല്ല അവിടെ. അതേസമയം മിസൈലുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. വലിയ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഇറാനുണ്ട്. അത് അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ അത് ഉപയോഗിക്കും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും. ആ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ GCC രാജ്യങ്ങളാണ് പലതും. അതിന് പുറമെ ഇസ്രായേലാണ്, GCCയിൽ പെടാത്ത ഇസ്രായേലുണ്ട്. ഇസ്രായേലിന് അയൺ ഡോം ഒക്കെ ഉണ്ട്, പ്രതിരോധ കവചമാണ്. അത് ശക്തിപ്പെടുന്ന തിരക്കിലാണ്. കഴിഞ്ഞ 6-7 മാസമായി അവിടെ യുദ്ധമില്ല. യുദ്ധസമാനമായ സാഹചര്യമാണെങ്കിലും ഇറാനുമായി അവസാനം നടന്ന 12 ദിവസം നടന്ന യുദ്ധം അവസാനിച്ചു കഴിഞ്ഞതിന് ശേഷം കാര്യമായ പോരാട്ടങ്ങൾ ഇസ്രായേൽ നടത്തില്ല. ചെറിയ ചെറിയ പോരാട്ടങ്ങളുണ്ട്. ഗാസയിൽ ഉൾപ്പെടെ കടന്നുകയറ്റങ്ങൾ ഉണ്ട്, ഇസ്രായേൽ നടത്തുന്നുണ്ട്. അത് സത്യമാണ് താനും. പക്ഷേ വലിയ യുദ്ധത്തിലല്ല. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിന് വീണ്ടും തങ്ങളുടെ വാർ ആഴ്സണൽ അല്ലെങ്കിൽ അവനാഴി ഇപ്പോൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിരോധത്തിന് വേണ്ടി തന്നെയാണ് തീർച്ചയായും. വേണ്ടി വന്നാൽ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്ന ഇസ്രായേലും കൂടെ ആവുമല്ലോ. അമേരിക്ക എന്താണോ ചെയ്യുന്നത്, അമേരിക്കയുടെ ജൂനിയർ പാർട്ണറായി ഇസ്രായേൽ എക്കാലത്തും ഉണ്ടാകും. അത് ഉറപ്പായും ഉണ്ടാവും. അത് തീർച്ചയായും അതിനെക്കുറിച്ച് പ്രശ്നം വെക്കാൻ പാഴൂർ പടിപ്പര വരെ പോകേണ്ട കാര്യമില്ല. അങ്ങനെയെങ്കിൽ ആ മേഖല ആകമാനം അസന്തുലിതമാകും, സംഘർഷ നിർഭരമാകും. ഇന്ത്യക്കാരുൾപ്പെടെ ആളുകൾക്ക്, അവിടെ പ്രവാസികളായി താമസിക്കുന്ന UAEയിലും ഖത്തറിലും സൗദി അറേബ്യയിലും ഒക്കെ ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള ഭാരതീയരുണ്ട്. അവരുടെ എല്ലാം സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണിത്. അതുകൊണ്ടാണ് ഇത് തുച്ഛീകരിച്ച് കാണാനാവില്ലാത്തൊരു വിഷയമാണ്. അതുകൊണ്ടാണ് സംഘർഷ സാധ്യതയെ സമയാസമയങ്ങൾ ആ സാധ്യതയെ വിലയിരുത്തുക തന്നെ വേണം. ഒരുപാട് പേരുടെ ജീവിതങ്ങളാണ് വിഷയം. അതുകൊണ്ടാണ്
അതുകൊണ്ട് ഇപ്പോൾ ഇതാ വീണ്ടും സംഘർഷം മൂർധന്യത്തിൽ വീണ്ടും എത്തി നിൽക്കുന്നു. നാളെ ഇത് വഴിമാറിപ്പോകാം എന്തെങ്കിലും തീരുമാനമുണ്ടായാൽ. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് UAE-യിൽ വെച്ച് ചർച്ച നടക്കുകയാണ്. അമേരിക്കയുടെ ഏജന്റ് സ്റ്റീവ് വിറ്റ്കോഫ്, പശ്ചിമേഷ്യ ദൂതൻ, ട്രംപിന്റെ ദൂതനാണ് സ്റ്റീവ് വിറ്റ്കോഫും അറബി നേതാക്കളും ഒക്കെ ചേർന്ന് ചർച്ച നടത്തുകയാണ്. UAE പല വേദികളുണ്ടായി. കാരണം ഖത്തർ ഒരു വേദിയായിരുന്നു, കെയ്റോ ഈജിപ്തിൻ്റെ തലസ്ഥാനം ഒരു വേദിയായി, ഒമാനിൽ വെച്ച് ചില സംഭാഷണങ്ങൾ നടന്നു കഴിഞ്ഞ ആഴ്ച. ഇപ്പോൾ ഇതാ UAE-യിൽ വെച്ച് എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കണം എന്നതാണ്, ഒഴിവാക്കി വിടണം എന്നതാണ് ഗൾഫ് രാജ്യങ്ങളുടെ, പേർഷ്യൻ ഗൾഫ് മേഖലയിലെ GCC രാജ്യങ്ങളുടെ ആഗ്രഹം. എന്നിരുന്നാലും അമേരിക്കയ്ക്ക് ചിലത് ചെയ്തു തീർക്കാനുണ്ടെന്ന് വിശ്വസിക്കുന്നു. വൺ ടൈം അറ്റാക്ക്, ഇതാണ് ഒരു പക്ഷേ അമേരിക്കയുടെ മനസ്സിലിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഈ വെനിസ്വേലയിൽ മഡുറോയ്ക്കെതിരെ നടന്നതുപോലെയുള്ള ഒരു മിന്നൽ നീക്കം, അത് എത്ര കാലമായി നമ്മൾ സന്നിഗ്ധാവസ്ഥ കണ്ടു. വെനിസ്വേലയിൽ ഏതാണ്ട് 3 മാസത്തിലധികമായി അമേരിക്കയുടെ നാവിക ഉപരോധം, അതായത് ഈ കരീബിയൻ കടൽ മേഖലയിൽ അമേരിക്കൻ വാർഷിപ്സ്, വലിയ നമ്പർ വാർഷിപ്സ് മാസങ്ങളോളം കെട്ടിക്കിടന്നു. അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു പുലി വരുന്നേ എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ, ഒരു പുലിയും വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവസാനം നാടകീയമായി അമേരിക്കൻ കമാൻഡോകൾ പറന്നിറങ്ങി വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയും ഭാര്യയും തട്ടിക്കൊണ്ടുപോയി. അമേരിക്കയിൽ ഇപ്പോൾ വിചാരണ ഘട്ടത്തിലാണ്. ഇതുപോലെ നടക്കുമോ? സാധ്യത കുറവാണെന്ന് പല ആവർത്തി ഞാൻ പറഞ്ഞത് വീണ്ടും പറയുന്നു. അത് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അയത്തുള്ള അലി ഖൊമേനിയെ അങ്ങനെ തട്ടിക്കൊണ്ടു പോകാൻ എളുപ്പമല്ല. ഇറാന്റെ പ്രത്യേക സാഹചര്യങ്ങൾ, അത് മാത്രമല്ല ഡീപ്ലി എൻട്രഞ്ച്ഡ് ബങ്കേഴ്സാണ്. മഡുറോയൊക്കെ സാധാരണ പ്രസിഡൻഷ്യൽ പാലസിലാണ് കിടന്നുറങ്ങിയത്. ഇതങ്ങനെയല്ല. ഏത് നിമിഷവും അമേരിക്ക ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്തുമെന്ന സൂചനയുള്ളത് കൊണ്ട് വളരെയധികം പ്രിക്കോഷൻസ് എടുക്കുന്നു ഇറാനിൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി. അപ്പോൾ അതങ്ങനെ എളുപ്പമല്ല. പിന്നെ സാധിക്കുന്നത് എന്താണ്? വ്യാപകമായ ആക്രമണം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയതുപോലെ ചതഞ്ഞുള്ള മാസങ്ങളും ആഴ്ചകളും വർഷങ്ങളും നീണ്ടു നിൽക്കുന്ന ഉക്രൈൻ അധിനിവേശം പോലെ ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റിനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നാണ് അമേരിക്ക ചിന്തിക്കുന്നത്. കാരണം ഇവിടെ ടെറിട്ടോറിയൽ ഗെയിൻ ഒരു വിഷയമല്ല. ഇറാൻ എന്ന ഭൂമിയെ പൂർണ്ണമായി അമേരിക്ക പിടിച്ചെടുക്കാനോ അവിടെ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് വന്ന് ആളെ ഇരുത്തി ഭരിക്കാനോ പറ്റില്ല. അവിടെ ഒരു ഭരണം പരമാവധി സാധിക്കുന്നത് അവിടെ ഒരു ഭരണമാറ്റം. ഇപ്പൊ ഷാ പഹലവി രണ്ടാമൻ്റെ മകൻ അമേരിക്കൻ പ്രവാസത്തിലുള്ള റീസ പഹലവിയെ കൊണ്ടുവന്ന് അവിടെ ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കണമെങ്കിൽ നിലവിലുള്ള ഭരണകൂടം മാറണമല്ലോ. അതിന് ആഭ്യന്തര കലഹമാണ് വലിയ ഉപാധിയായി കണ്ടത്. പക്ഷേ ആഭ്യന്തര കലഹം ഇപ്പോൾ ഡൈ ഡൗൺ ചെയ്തു, കുറേയൊക്കെ അമർച്ച ചെയ്തു. വലിയ രീതിയിലാണ് ആളുകൾ ഇപ്പോൾ അൽ ജസീറ കണക്കനുസരിച്ച് 3210 പേരാണ് ഈ പൊലിഞ്ഞത്, ജീവനുകളാണ്. അതിൽ 2500 പേര് സാധാരണക്കാരായ പ്രക്ഷോഭകാരികളും ബാക്കിയുള്ളവർ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ, സൈനികരും പോലീസ് സേനയിലെ അംഗങ്ങളും ഒക്കെ തന്നെ IRGC അംഗങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് വലിയ നമ്പറാണ്. മറ്റ് ഏജൻസികൾ ചിലരും പറഞ്ഞ് 20,000-ൽ പരം പേര് ഓൾറെഡി ജീവൻ വെടിഞ്ഞു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഇറാൻ എന്ന വലിയ അയൺ കർട്ടനാണ് ഇപ്പോഴും. അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നമുക്ക് റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ വരുന്നില്ല, ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ സ്ഥിതിഗതികൾ അത്ര ശാന്തമൊന്നുമല്ല. ഇപ്പോൾ തീർച്ചയായും അവിടെ പ്രക്ഷോഭത്തിൻ്റെ അലയൊലികൾ ഒട്ടും ശമിച്ചിട്ടുണ്ട്. പക്ഷേ പ്രക്ഷോഭം വീടുകളിലേക്ക് ആളുകൾ പോകുമ്പോൾ അമേരിക്കൻ പ്ലെയിനുകൾ ടെഹ്റാൻ്റെ മേൽ അല്ലെങ്കിൽ മറ്റ് ഇറാനിയൻ നഗരങ്ങളുടെ മേൽ വലിയ രീതിയിൽ ആയുധങ്ങളുമായി പെയ്തിറങ്ങുമോ? ഇത് ഒരു ഇമ്മിനൻ്റ് ഡെമോക്രസിൻ്റെ വാള് പോലെ ഇറാൻ്റെ തലയുടെ മുകളിൽ തൂങ്ങി നിൽക്കുകയാണ് അമേരിക്കൻ ആക്രമണ ഭീഷണി. പക്ഷെ അങ്ങനെ ആക്രമണ ഭീഷണി ഉള്ളതുകൊണ്ട് മാത്രം കൃത്യമായ ആക്രമണം ഇന്ന സമയത്ത് നടക്കും എന്ന് പറയാൻ നമുക്ക് ആരും പ്രവചനപരമൊന്നും ആരും തന്നിട്ടില്ല. എനിക്കെന്നല്ല, ലോകത്ത് ആർക്കും ഒരു പ്രവചനപരവും തന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സാധ്യതകൾ നമ്മൾ വിശകലനം ചെയ്യണമല്ലോ. അങ്ങനെ വന്നാൽ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇറാൻ്റെ പ്രതിരോധം, വെനിസ്വേലയിൽ ഒരു പ്രതിരോധവും ഉണ്ടായില്ല. പക്ഷേ ഇറാനിൽ അങ്ങനെയല്ല, വൻതോതിൽ പ്രതിരോധമുണ്ടാകുമെന്ന് മാത്രമല്ല പ്രത്യാക്രമണം ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് അയത്തുള്ള ഖൊമേനിയുടെ കൈവെട്ടാൻ വരുന്നവർക്ക് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകാൻ വരുന്നവർക്ക് തങ്ങൾ ഉചിതമായ രീതിയിൽ മറുപടി കൊടുക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചില്ല എങ്കിലും ഇറാൻ അത് ചെയ്യുമെന്നറിയാം. ആദ്യം ആക്രമിക്കപ്പെടുന്ന ഇസ്രായേലാണ്, പിന്നീട് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ആക്രമിക്കപ്പെടും. അമേരിക്കൻ താവളങ്ങളാണ്. ആത്യന്തികമായി അവർക്കൊരു പക്ഷേ സംയുക്തമായി സൈനിക നീക്കം ഒരുപക്ഷെ നടത്തേണ്ടി വന്നേക്കാം. പക്ഷേ ഒരു മുസ്ലിം രാജ്യത്തിനെതിരെ മറ്റ് മുസ്ലിം രാജ്യങ്ങൾ ആയുധമെടുക്കുമെന്ന് ഇപ്പോൾ കരുതാനുള്ള സാഹചര്യമില്ല. പരമാവധി അമേരിക്കൻ എയർക്രാഫ്റ്റുകൾക്ക് സംരക്ഷണം ഒരുക്കും, താവളങ്ങൾ ഒരുക്കും ഹോസ്റ്റായ അറബ് രാജ്യങ്ങൾ. അതിൽ കൂടുതലൊന്നും നടക്കില്ല. പക്ഷേ
ലോകത്തിൻ്റെ എണ്ണ വിപണിക്ക് എന്താണ് സംഭവിക്കുക, ഇന്ത്യക്ക് എന്താണ് സംഭവിക്കുക? ഇന്ത്യ ഇപ്പോൾ തന്നെ ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഘട്ടം ഘട്ടമായി കുറച്ച് വന്ന് ഏതാണ്ട് ഇല്ലാതെ വന്നിരിക്കുക. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലിനെതിരെ അമേരിക്ക ചന്ദ്രഹാസം ഇളക്കുന്നത് കൊണ്ട് ഇന്ത്യ അവിടെയും ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിച്ചിട്ടുണ്ട്. മധ്യപൗരസ്ത്യ പ്രദേശം ആത്യന്തികമായി ശാന്തമാകണം. ഇറാൻ എന്ന വിപത്തുണ്ട് എങ്കിൽ, ഇറാൻ എന്നത് ഒരു വലിയ പ്രശ്ന സാധ്യതയായിട്ടുണ്ട് എങ്കിൽ എക്കാലത്തും എണ്ണയുടെ സുഗമമായ നീക്കം ബുദ്ധിമുട്ടിലാകും എന്ന് ഇന്ത്യക്ക് പറയാം. അവിടെ ഒരു ആക്രമണത്തിലൂടെ ഒരുപക്ഷെ ശാശ്വതമായ സമാധാനം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നിലവിൽ ഇന്ത്യയുടെ താല്പര്യം ഇറാനിലുണ്ട്. ചബഹാർ തുറമുഖം ഇറാനിൽ ഇന്ത്യ പണികഴിപ്പിച്ച തുറമുഖമാണ്. മധ്യേഷ്യയിലേക്ക്, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലേക്കും കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ മേഖലയിലേക്കും കടന്നു കയറാൻ ഇന്ത്യക്ക് ഉള്ള ഒരു കവാടമാണ്. പാകിസ്ഥാനെ അവഗണിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തണമെങ്കിൽ ഇറാൻ സഹായിക്കണം. അവിടേക്ക് ഇറാനിൽ ഒരു ഭരണമാറ്റം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അമേരിക്ക എഞ്ചിനീയർഡ് ഒരു ഭരണമാറ്റം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അട്ടിമറിക്കുമോ? പാകിസ്ഥാൻ നിലപാട് വളരെ പ്രധാനമാണ്. ഇന്ത്യ നോക്കുന്നത് പാകിസ്ഥാൻ നിലപാടാണ്. എങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ, ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ പാകിസ്ഥാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നോക്കൂ, പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി സൈനിക കരാർ ഒപ്പിട്ട രാജ്യമാണ്. സൗദി അറേബ്യ ആക്രമണ ഭീഷണി നേരിട്ടാൽ, അത് ഇറാനിൽ നിന്നാണെങ്കിലും ആക്രമണ ഭീഷണി നേരിട്ടാൽ പാകിസ്ഥാൻ സൗദിയുടെ സഹായത്തിനെത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാൻ പാകിസ്ഥാൻ ബന്ധങ്ങൾ എങ്ങനെ പോകും? സങ്കീർണമാണ്. സാഹചര്യങ്ങൾ അതീവ സങ്കീർണം ആണ്. ഇന്ത്യ കമാന്നൊരക്ഷരം അവിടെ മിണ്ടുന്നില്ല. അമേരിക്കൻ ആക്രമണം സാധ്യതയെക്കുറിച്ചോ ഇറാനെക്കുറിച്ചോ ഇപ്പോഴൊന്നും തന്നെ ഇന്ത്യ സംസാരിക്കാത്ത ഒരവസരത്തിലാണ്. അതുകൊണ്ട് ഈ കാർമേഘങ്ങൾ പെയ്തൊഴിഞ്ഞു പോയിട്ടില്ല. കനത്ത കാർമേഘങ്ങൾ ഇറാൻ്റെ മുകളിൽ, മധ്യപൗരസ്ത്യ പ്രദേശത്തിൻ്റെ ആകെ മുകളിലുണ്ട്. ഏത് നിമിഷവും ആക്രമണം നടക്കാം എന്ന രീതിയിൽ ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ട് ഏത് നിമിഷവും ആക്രമണം നടക്കാതെയും ഇരിക്കാം. അതുകൊണ്ട് അങ്ങനെ പറയാനൊക്കില്ല. പക്ഷേ ആക്രമണം നടന്നാൽ തൽക്കാലത്തേക്ക് എണ്ണ വിപണി ചൂടുപിടിക്കും. ലോക കമ്പോളം തകരും. ഓഹരി വിപണികളിൽ വൻ തകർച്ച, ബ്ലഡ് ബാത്ത് തന്നെ ഉണ്ടാകും. നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കരുതിയിരിപ്പൽ, അത് മാത്രമല്ല ഇന്ത്യൻ വംശജരായ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളുടെ സുരക്ഷ, ഭൗതികമായ സുരക്ഷ, അതുൾപ്പെടെ ഇന്ത്യ ജാഗരൂകരായിരിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മധ്യപൂർവ്വ പ്രദേശത്തെ ഓരോ ചലനങ്ങളും സമയാസമയങ്ങൾ ഒപ്പിയെടുക്കുന്നതും സാഹചര്യം അനുസരിച്ച് അതിനെ വിലയിരുത്തുകയും ചെയ്യുക എന്ന എളിയ ദൗത്യം മാത്രം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.